ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായ ഉസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ അദബ്, അഥവാ സൃഷ്ടാവായ തമ്പുരാൻ തന്റെ സൃഷ്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ അദബ്, മനുഷ്യന്റെ അറിവിൽ ഇന്ന് അറിയപ്പെട്ടിട്ടുള്ളത് സുജൂദാണ്. സുജൂദ് അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമാണ് സമർപ്പിക്കപ്പെടേണ്ടത്. ആദരവും വിധേയത്വവും വിനയവും പ്രകടിപ്പിക്കുമ്പോൾ അതിന്റെ ഏറ്റവും അവസാന വാക്കാണ് സുജൂദ് എന്നത്. അത് ആ വാക്കുകൊണ്ടേ പറയാൻ കഴിയും. അറബി ഭാഷയിലെ ആ ഒരു പ്രയോഗം കൊണ്ടേ ഈ രീതിയെ അവതരിപ്പിക്കാൻ കഴിയൂ എന്നതാണ്. കാരണം ആ വാക്ക് എന്താണെന്ന് റബ്ബ് പഠിപ്പിച്ചതാണ്. ആ വാക്കിൽ ഉദ്ദേശിക്കപ്പെടുന്ന മനുഷ്യന്റെ അറിവിനപ്പുറമുള്ള എന്തൊക്കെയോ റബ്ബ് അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അത് ഖുർആൻ പറഞ്ഞ വാക്കാണ് സുജൂദ്. അതിന്റെ അർത്ഥങ്ങളുടെ ആഴങ്ങളോ മനുഷ്യന്റെ വിവരത്തിനപ്പുറമാണ്. കാരണം അത് സൃഷ്ടാവ് ആ ഒരു രീതിയെ, ആ ഒരു പ്രവൃത്തിയെ ആ ഒരു വാക്കുകൊണ്ട് പ്രയോഗിച്ച് പരിചയപ്പെടുത്തി തന്നപ്പോ അതിന്റെ ഉള്ളിൽ നാം അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാവാം എന്ന് നമുക്ക് അനുമാനിക്കാം. സുജൂദ് അതൊരു വല്ലാത്ത അനുഭവമാണ്. സുജൂദ് ആസ്വാദനമാണ്. സുജൂദ് ആരോഗ്യപരമായി ഒരുപാട് നേട്ടങ്ങളുള്ള കാര്യമാണ്. മനുഷ്യ ശരീരത്തിന്റെ നിർണായകമായ ചില ശരീരഭാഗങ്ങൾക്ക് ചിലപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു വല്ലാത്ത ശാസ്ത്രീയ വശമുണ്ട്. മനുഷ്യന്റെ ശിരസിൽ മർമ്മപരമായ പല രഹസ്യങ്ങളും നിലകൊള്ളുന്നത് അവന്റെ നെറ്റിയോടടുത്ത ഭാഗത്താണ്. അതിനെ താഴെ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവൃത്തി ആരോഗ്യപരമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സുജൂദിന് നിലത്ത് വെക്കുന്ന നെറ്റിയുടെ ഭാഗത്തിൽ മനുഷ്യ ശരീരത്തിന്റെ അതിപ്രധാനപ്പെട്ട മർമ്മം ഉണ്ട് എന്നാണ് ശരീരഘടനയെ കുറിച്ച് പറയുന്ന പല ലേഖനങ്ങളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ ശിരസിന്റെ അകത്തേക്ക് ഏറ്റവും എളുപ്പത്തിൽ ബ്ലഡ് സർക്കുലേഷൻ എത്തിക്കാൻ ഹൃദയത്തിന്റെ മുകളിലിരിക്കുന്ന ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നതിനേക്കാളും എളുപ്പത്തിൽ ആ മുകളിലിരിക്കുന്ന ഭാഗം താഴെ വരുന്ന സന്ദർഭത്തിൽ ഹൃദയത്തിൽ നിന്നും ബ്ലഡ് സർക്കുലേഷൻ വളരെ വ്യക്തവും വളരെ വേഗത്തിലും എത്തുന്നു എന്ന ഒരു അവസ്ഥയും സുജൂദിലൂടെ സംഭവിക്കുന്നു. അതിന്റെ ഒരു ശാസ്ത്രീയമാണ്. അതായത് തല ഹൃദയത്തിന്റെ താഴെ വരുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് സുജൂദാണ്. അങ്ങനെ ശാസ്ത്രീയമായ പലതും സുജൂദ് എന്ന പ്രവൃത്തിയിലൂടെ ഉണ്ട്. നമ്മൾ അതൊന്നും വിശദീകരിക്കുന്നില്ല. വളരെ ബൃഹത്തായ ഒരു പഠനമാണ്, ഒരു ഉപന്യാസമാണിത്. വളരെ ഹ്രസ്വമായ രീതിയിൽ പരിമിതമായി നമ്മുടെ ഈ സമയത്തിൽ കൂടിക്കാഴ്ചയിൽ അല്പമൊക്കെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശാസ്ത്രം പറയലല്ല, പരിശുദ്ധമായ പ്രമാണങ്ങൾ നമ്മുടെ മുന്നിൽ ഈ കർമ്മത്തിന്റെ അകക്കാമ്പിനെ കുറിച്ചും അതിന്റെ ആത്മീയതയെക്കുറിച്ചും വല്ലാതെ പറയുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ കർമ്മശാസ്ത്രപരമായ പ്രായോഗിക തലങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. നമുക്ക് അമല് ചെയ്യാൻ, അള്ളാഹുവിനെ ആസ്വദിക്കാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. സുജൂദ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ തൻകീസ് എന്ന് പറയുന്ന രീതിയിലാണ്. തൻകീസ് എന്നത് അറബി പ്രയോഗമാണ്. അഥവാ കീഴ്ക്കാം തൂക്ക് പ്രക്രിയയിലൂടെ എന്ന് പറയാം. തല താഴെവര സന്ധിഭാഗം ഉയർന്നു നിൽക്കാം. മഹാന്മാരായ ഫുഖഹാ ഫത്ഹുൽ മുഈൻ പറയുന്നു, കണ്ടോളൂ,
സുജൂദ് സംഭവിക്കുന്നത് തങ്കീസിലൂടെയാണ്. തങ്കീസ് എന്ന് പറഞ്ഞാൽ നെറ്റിയുടെ ഒരൽപ്പം താഴെ വെക്കുന്നു. ബി കശ്വിൻ, ആ നെറ്റി തടത്തിൽ വേറെ ഒന്നും മറയായി ഇല്ല, നെറ്റിയുടെ ഒരൽപ്പം താഴെ വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വതഹാമുൽ, ശിരസിന്റെ ഭാരം ആ നെറ്റിയിൽ വരുന്നുണ്ട്. ശിരസിന്റെ ഭാരം നെറ്റിയിൽ വരുന്നുണ്ട്. ഒരു വല്ലാത്ത വ്യായാമ പ്രക്രിയ പോലെ ശിരസിന്റെ ഭാരം നെറ്റിയിൽ വരുന്നു. ബലം പിടിക്കല്ല, സ്വാഭാവികമായിട്ടുള്ള ഭാരം നെറ്റിയിൽ വരുന്നു. അതോടൊപ്പം തന്നെ വറുക്കുബത്തൈഹി വബത്നി കഫൈഹി വഅസാബിഅ ഖദമൈഹി, ശ്രദ്ധിക്കണേ, കാലിന്റെ 2 മുട്ട് താഴെ വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 മുൻകൈയിന്റെ പള്ള അതും താഴെ വെക്കുന്നുണ്ട്. വഅസാബിഅ ഖദമൈഹി, കാലിന്റെ വിരലുകൾ മടക്കിയ വിരലിന്റെ ഉൾഭാഗവും നിലത്ത് പതിയുന്ന രീതിയിലാവണം. ഇങ്ങനെയാണ് സുജൂദ് സംഭവിക്കേണ്ടത്. അല്ലാതെ വിരല് മടക്കാതെ വെറുതെ കുത്തി നിർത്തലല്ല. സുജൂദിൽ പോകുന്ന ആളുടെ കാലുകളുടെ വിരല് മടങ്ങി ആ വിരലിന്റെ വെള്ള ഭാഗം ഉണ്ടല്ലോ, അടിഭാഗം, അതിങ്ങനെ കുത്തി നിർത്തി മടക്കി പിടിക്കണം 5 വിരലിന്റെ. അങ്ങനെയാണ് സുജൂദ് സംഭവിക്കുന്നത് എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പ്രധാന ഗ്രന്ഥമായ ഫത്ഹുൽ മുഈൻ പരിചയപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ബഹുമാന ഭാഗമായ മുഖത്തിന്റെ മുകളിൽ സന്ധി ഉയർത്തി വെക്കുന്ന ഈ തങ്കീസ് പ്രവൃത്തി ശരിക്കും ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതൊരു തരത്തിലുള്ള വൃത്തികേടാണ്. നമ്മുടെ ഒരു പ്രഥമ ദൃഷ്ടിയിൽ അതിനൊരു വൃത്തികേട് എന്ന് അവതരിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ അത്രത്തോളം തരം താഴുന്നത് റബ്ബിന്റെ മുന്നിൽ ആയപ്പോ അത് അക്രമുൽ അഅ്മാൽ, ഏറ്റവും ബഹുമാനപ്പെട്ട അമലായി മാറി. കാരണം നമ്മൾ അത്രയും തരം താഴുന്നത് അള്ളാഹുവിന്റെ മുന്നിലായതുകൊണ്ട്, ഒരു വിനയമുള്ള അടിമയായത് ഏറ്റവും കൂടുതൽ റബ്ബിന്റെ മുന്നിൽ പ്രകടിപ്പിച്ചതുകൊണ്ട്, റബ്ബിന്റെ മുന്നിലായതുകൊണ്ട് അതൊരു അക്രമുൽ അഅ്മാൽ ആയി, ഏറ്റവും ബഹുമാനമുള്ള അമലായി. ഈ അക്രമുൽ അഅ്മാൽ ആയ സുജൂദ് നിസ്കാരത്തിന്റെ അകത്ത് വന്നപ്പോ നിസ്കാരം അഫ്ദലുൽ ഇബാദത്തായി, ഇബാദത്തുകളിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇബാദത്ത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ആത്മീയ വശം. സുജൂദ് ആ വാക്ക് മലയാളത്തിലേക്ക് നമ്മളങ്ങ് എടുത്ത് അത്രത്തോളം ആ വാക്ക് പ്രചാരം നേടിക്കഴിഞ്ഞു. സുജൂദ് ആ വാക്ക് പോലും മസ്ദറു സജദ, സജദ എന്ന അറബി പ്രയോഗത്തിന്റെ ഉത്ഭവ പദമാണ് സുജൂദ്. സുജൂദ് ചെയ്യുക, സാഷ്ടാംഗം അർപ്പണം നടത്തുക, അല്ലെങ്കിൽ സാഷ്ടാംഗം പ്രണമിക്കുക, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. 7 അംഗങ്ങൾ, ശരീരത്തിന്റെ 7 ഭാഗങ്ങൾ നിലത്ത് വെച്ച് കാണിക്കുന്ന വിനയപ്രകടനം. അങ്ങനെ അതിന് ഭാഷ മാറ്റി കൊടുക്കാവുന്നതാണ്, പരിഭാഷപ്പെടുത്താവുന്നതാണ്. സജദ എന്നതിന്റെ ഉത്ഭവ പദം ആയിരിക്കാം, അല്ലെങ്കിൽ സാജിദ്, സുജൂദ് ചെയ്യുന്നവൻ എന്ന അർത്ഥമുള്ള വാക്കിന്റെ ബഹുവചനമായിരിക്കാം സുജൂദ്. സുജൂദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന കുറെ ആളുകൾ എന്ന അർത്ഥവും സുജൂദ് എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കപ്പെടാറുണ്ട്. കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലുണ്ടല്ലോ, വജദൽ മുസല്ലീന സുജൂദ എന്നൊക്കെ ഉണ്ട്. നിസ്കാരക്കാരെ സുജൂദിൽ കിടക്കുമ്പോൾ എന്ന് പറയാൻ, അവർ സുജൂദ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയാൻ വേണ്ടി സുജൂദ് എന്ന ഒരു ഏകവചനത്തിന്റെ പ്രയോഗവും ബഹുവചനത്തിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രയോഗത്തിൽ നമ്മൾ അറിയാത്ത ഭാഷാപരമായും ആശയപരമായും വലിയ അർത്ഥങ്ങൾ ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. അതിന് മലയാളീകരിക്കൽ ഇത്തിരി പ്രയാസം എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിലോ അല്ലെങ്കിൽ മറ്റു ഭാഷയിലേക്കോ പദമാറ്റം ചെയ്യപ്പെടുന്നതിനേക്കാളും അതിനപ്പുറം പരിചയപ്പെടേണ്ട പലതും അതിന്റെ ഉള്ളിൽ രഹസ്യമായി ഒളിഞ്ഞിരിക്കുന്നു. സുജൂദ് എന്നതിന്റെ ഭാഷ അർത്ഥം അത്തത്വാമനു വൽ മൈലു, ഒരു മനുഷ്യൻ വിനയം കാണിക്കലും സ്വയം നിന്ദ്യനായി നിസ്സാരനായി കീഴ്പ്പെട്ടു കൊടുക്കലുമാണ്. അതാണ് അതിന്റെ ഒരർത്ഥം. ഒരു കുനിയൽ എന്നൊക്കെ അതിന് പറയാം, അങ്ങനെയുണ്ട്. ഇനി അതിന്റെ ഒരു സാങ്കേതികമായ അർത്ഥം മുബാശറത്തു ബഅലി ജബ്ഹത്തിൽ മുസല്ലി മാ യുസല്ലി അലൈഹി മിൻ അർളിൻ ഔ ഗൈരിഹാ,
ഒരു മനുഷ്യന്റെ നെറ്റിത്തടം നിലത്ത് വെക്കുക, നിസ്കരിക്കുന്ന ആള് നെറ്റിത്തടം നിലത്ത് വെച്ച് ചെയ്യുന്ന പ്രവൃത്തി എന്ന് ഇതിനെ സാങ്കേതികമായും പറയാൻ പറ്റും. ഇആനത്തു ത്വാലിബീനിൽ കാണാം വലാ ബുദ്ദ ലിസുഹ്ഹതിഹി, സുജൂദ് സ്വഹീഹാവണമെങ്കിൽ അത്യാവശ്യമാണ് 7 നിബന്ധനകൾ. ഈ 7 നിബന്ധന സുജൂദ് സ്വഹീഹാകുന്നതിന് നിർബന്ധമാണ്. ഒന്നാമത്തേത് അത്തുമഇനീന, സുജൂദിൽ കിടന്നാൽ ഒരു ചെറിയ ടൈം അവിടെ സ്പെൻഡ് ചെയ്യണം, ഒരു കുറച്ച് സമയം അവിടെ ശാന്തമായി കിടക്കണം. എന്ന് പറഞ്ഞാൽ തലവെക്ക എടുക്ക ആ രീതി പറ്റൂല. ഒരു തുമഇനീനത്തിന്റെ അനക്കം അടങ്ങുന്ന സമയം അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ രണ്ടാമത് ഒരു നിബന്ധന പറയുന്നത് അല്ലാ യഖ്സദ ബിഹി ഗൈറഹ്, സുജൂദിലേക്ക് പോകുമ്പോ വേറെ ഒരു കുനിച്ചിലായി അതിനെ കരുതരുത്. ആ പോകുന്നത് എന്തെങ്കിലും എടുക്കാനോ തുടച്ചു മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനെയല്ല, സുജൂദിനായിട്ട് പോകുന്നതിനെ വേറെ ഒരു പോകലായിട്ട്, ആ പോണ പോക്കിന് കാല് കുറെ നേരമായി ചൊറിയുന്നു നിസ്കാരത്തിൽ, മാന്തണെങ്കിൽ ഇനി കുനിയണം, അപ്പൊ ഇനി സുജൂദിൽ പോണ പോക്കിലാണ് കുറെ ചൊറിയ, അങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ട് കുനിയുന്നു. ആ ഒരു ഉദ്ദേശം ഒന്നും മനസ്സിൽ വരാൻ പാടില്ല. അത് സുജൂദിന് വേണ്ടിയിട്ട് പോകുന്ന പോക്കാണ്. പോയപ്പോ ചൊറിഞ്ഞു പോവാമെന്നല്ലാതെ ചൊറിയാൻ വേണ്ടിയിട്ടും കൂടി കുനിയാലോ സുജൂദിൽ പോണം, അങ്ങനെ ഒരു ചിന്ത, അതായത് മറ്റൊരു ലക്ഷ്യവും ആ കുനിച്ചിലിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ നിബന്ധന. മാത്രവുമല്ല ഒരേ സമയം സുജൂദിൽ നമ്മൾ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ അവിടെ സ്ഥിരപ്പെട്ടിരിക്കണം. ഒരേ സമയം എല്ലാ അവയവങ്ങളും ഉണ്ടാകണം. കുറച്ചു നേരം കൈ കുത്തി അതിന്റെ കൈ പൊക്കിയപ്പോ നെറ്റി പൊക്കി, അങ്ങനെ പല രീതിയിൽ 7 ഭാഗങ്ങൾ വെക്കണമെന്ന് പറഞ്ഞു കൊടുത്ത് ഒരേ സമയം സുജൂദിൽ വെക്കണമെന്ന് പറയപ്പെട്ടിട്ടുള്ള അവയവങ്ങൾ ഒരേ ടൈമിൽ നിലനിൽക്കണം, സ്ഥിരപ്പെടണം ആ സുജൂദ് ചെയ്യുന്ന പ്രതലത്തിൽ എന്നുള്ളതാണ് മൂന്നാമത്തെ നിബന്ധന. നാലാമത്തെ നിബന്ധന വത്തഹാമുലു അലൽ ജബ്ഹത്തി, ശിരസിന്റെ ഭാരം തലയിൽ കൊടുക്കണം. അഞ്ചാമത്തെ നിബന്ധന ചന്തിഭാഗം തങ്കീസ്, അതായത് ചന്തിഭാഗം ഉയർന്ന് നെറ്റി താഴെ വരുന്ന രീതിയിലായിരിക്കണം. ആറാമത്തേത് വകശ്ഫുൽ ജബ്ഹ, നെറ്റിയിൽ മറയോ തുണിയോ മുടിയോ ഒന്നും ചാടിക്കിടക്കാൻ പാടില്ല. നെറ്റി വളരെ വ്യക്തമായി വെളിവായിരിക്കണം. ആണിനും പെണ്ണിനും അങ്ങനെ തന്നെയാണ്. ഏഴാമത്തെ നിബന്ധന വഅല്ലാ യസ്ജുദ അലാ മുത്തസിലിൻ യതഹറകു ബിഹറകതിഹി, ഈ നിസ്കരിക്കുന്നവന് അനങ്ങുന്നതനുസരിച്ച് അവന്റെ കൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ മുകളിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ഉദാഹരണം, ഒരാൾ ഒരു ഷാള് ധരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വസ്ത്രം അവന്റെ ശരീരത്തിലുണ്ട് നിലവിൽ. ആ വസ്ത്രത്തിന്റെ ഭാഗം ഇവൻ സുജൂദിലേക്ക് പോകുമ്പോൾ ആ സുജൂദ് ചെയ്യുന്ന പ്രതലത്തിൽ വന്ന് വീഴുകയും അവന്റെ നെറ്റി വന്ന് വെക്കുന്നത് ആ പ്രതലത്തിലാവുകയും ചെയ്യുന്നു. അവൻ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇങ്ങോട്ട് പോരുന്നു. നീങ്ങളുള്ള ഒരു ഷാള് അതിട്ടിരിക്കാന്, അത് നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോ സുജൂദിൽ നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ വസ്ത്രത്തിന്റെ ഭാഗം അവിടെ വീഴും. അപ്പൊ നമുക്ക് നല്ല സുഖമാണ് അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യാൻ. അത് പാടില്ല. അതായത് നമ്മുടെ ചലനത്തോടു കൂടെ തന്നെ ചലിക്കുന്ന ഒരു സാധനത്തിന്റെ മുകളിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ 7ഓളം നിബന്ധനകൾ പൂർത്തിയായാൽ സുജൂദാവൂ എന്ന് മഹാനായ സയ്യിദുൽ ബക്രി ഇആനത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. സുജൂദ് എന്ന വാക്കിന് നേരത്തെ പറഞ്ഞ പോലെ സാഷ്ടാംഗ സമർപ്പണം അഥവാ ശരീരത്തിന്റെ 7 ഭാഗങ്ങൾ കൊണ്ടുള്ള വഴിപാട് എന്ന് അർത്ഥമാക്കപ്പെടാം. സാഷ്ടാംഗ പ്രണാമം മിക്കവാറും മതങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങൾ. എല്ലാ മതങ്ങളിലും സാഷ്ടാംഗ പ്രണാമം ഉണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ സുജൂദ് എന്ന അറബി പദം ലോകത്തുള്ള സർവ്വ സത്യവിശ്വാസികളുടെയും ഒരു സ്വകാര്യ പദമാണ്. സുജൂദ് എന്ന അറബി പദം പലരും പലതും പറയാറുണ്ട്. പല വഴിപാടുകളും നടത്തുമ്പോൾ പലതിനെയും പല രീതിയിൽ പറയാറുണ്ട്. സാഷ്ടാംഗ സമർപ്പണം നടത്തി പ്രണാമം അർപ്പിക്കുന്ന പല രീതികളും കാണാറുണ്ട്. ചില രാജാക്കന്മാരുടെ മുമ്പിൽ പോലും ചെയ്യുന്നുണ്ട്. സ്വഹാബി മദീനയുടെ വെളിയിൽ അങ്ങനെ രാജാക്കന്മാർക്ക് സുജൂദ് അർപ്പിക്കുന്ന ഒരു കാഴ്ച മനുഷ്യർക്കിടയിൽ വ്യാപകമായി കണ്ടപ്പോ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് സുജൂദ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രാജാവിനൊക്കെ സുജൂദ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഹബീബായ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുക എന്ന് സ്വഹാബി തെറ്റിദ്ധരിച്ചു. ഹബീബായ നബി തങ്ങൾ തടഞ്ഞു. അങ്ങനെ സുജൂദ് ചെയ്യാനെങ്കിൽ ആ രീതിയിൽ ഒരു സുജൂദിന്റെ ആഹ്വാനം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, സൃഷ്ടിയുടെ മുന്നിൽ അങ്ങനെ ഒരു ആഹ്വാനം ഇല്ല, അഥവാ ഉണ്ടായിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് അർപ്പിക്കണമെന്നേ ഞാൻ പറയുമായിരുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയെ പരിപൂർണമായി തടഞ്ഞുകൊണ്ട് സ്വഹാബിയുടെ മുന്നിൽ മറുപടി പറഞ്ഞു എന്നതാണ്. ഹദീസാണ്.
ഏതായാലും മുസ്ലിമിന്റെ സ്വകാര്യ പദമാണ് സുജൂദ് എന്നത്. ഒരു മുസ്ലിമിനെ തിരിച്ചറിയാൻ സാധാരണ മറ്റുള്ളവർ അവലംബിക്കുന്ന ഒരു പ്രധാന രീതിയാണ് മുസ്ലിമാണോ നിസ്കാരത്തഴമ്പുണ്ട്. നിസ്കാരത്തഴമ്പ് എന്നത് സുജൂദിന്റെ അടയാളാണ്. ഒരു ശരീരത്തിൽ നിസ്കാരത്തഴമ്പ് വന്നത് സുജൂദിന്റെ അടയാളമാണ്. എന്നാൽ നിസ്കാരത്തിന് സുജൂദായിട്ടുള്ള ബന്ധം അവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. നിസ്കാരത്തിന് സുജൂദുമായുള്ള ബന്ധം സുജൂദ് ഉള്ളതും ഇല്ലാത്തതുമായ നിസ്കാരമുണ്ട്. അതും സാന്ദർഭികമായി മനസ്സിലാക്കണം. നിസ്കാരത്തിന് സുജൂദിനോടുള്ള വല്ലാത്ത ബന്ധം. ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഒരു സുജൂദ് ഹജ്ജിന്റേത് എന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് കാണാനില്ല. സക്കാത്തിൽ ഒരു സുജൂദ് എന്ന് പറയുന്ന പ്രവൃത്തിയില്ല. ജിഹാദിൽ കണ്ടുകൊള്ളുന്നില്ല. പിന്നെ ഏതാ റമദാനിലെ നോമ്പ് എന്നത്, നോമ്പ് പിടിക്കാൻ സുജൂദ് എന്നത് അതിനോട് ബന്ധപ്പെട്ടുകൊള്ളുന്നില്ല. പക്ഷെ നിസ്കാരം എന്ന അമലിന്റെ അകത്ത് ഒരു പ്രധാന അമലായി, പ്രധാന കർമ്മമായി സുജൂദുണ്ട്. നിസ്കാരവുമായി സുജൂദിന് വല്ലാത്ത ബന്ധം. എന്നാൽ സുജൂദ് ഇല്ലാത്ത നിസ്കാരങ്ങളുണ്ട്. ഉദാഹരണം മയ്യിത്ത് നിസ്കാരം. പക്ഷേ സുജൂദ് ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, നിസ്കാരത്തിൽ സുജൂദിയായ ഒരു ബന്ധം അനിഷേധ്യമാണ്. എന്തുകൊണ്ട്? സുജൂദ് ഇല്ലാത്ത നിസ്കാരം ആണെങ്കിൽ പോലും ആ നിസ്കാരത്തിൽ നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥാനത്തേക്കാണ്. സുജൂദിന്റെ സ്ഥാനത്തേക്കുള്ള നോട്ടം നിസ്കാരത്തിൽ നിന്നും ഒഴിവാകുന്നത് സുജൂദിൽ കിടക്കുമ്പോഴാണ്. അത്രത്തോളം സുജൂദിയായ ബന്ധം നമ്മുടെ നിസ്കാരങ്ങളിൽ വല്ലാതെ നിൽക്കുന്നു. മയ്യിത്ത് നിസ്കാരത്തിന് സുജൂദില്ല, പക്ഷെ നോട്ടം സുജൂദിന്റെ സ്ഥാനത്തേക്കാവണം. ഈ രീതിയിലാണ്. അപ്പൊ ഖുർആനിൽ സുജൂദ് എന്ന പദം വന്നതുകൊണ്ട് ഈ പദത്തിനൊരു ആദരണീയ പൈതൃകമുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. നിസ്കാരത്തിൽ സുജൂദ് എന്ന കർമ്മം വരുന്നത് കൊണ്ട് നിസ്കാരത്തിന് അഫ്ദലുൽ അഅ്മാൽ എന്ന പദവിയും കിട്ടുന്നുണ്ട്. ഏതായാലും ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് സജദ. ആർക്കും അത് അറിയാത്തതില്ല. ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് സജദ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ്. കേട്ടോളൂ, സൂറത്ത് സജദ എന്ന് ആ അധ്യായത്തിന് പേര് വരാൻ കാരണം അവിടെ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് മുഅ്മിനീങ്ങൾ ഖുർആനിലെ ചില ആയത്തുകൾ കേൾക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യുന്നവരാണെന്ന ഒരു ചർച്ചയുണ്ട്. അതിനാലാണ് ആ അധ്യായത്തിന് സൂറത്ത് സജദ, സുജൂദിന്റെ അധ്യായം എന്ന് പേര് വന്നത്. ഇന്നമാ യുഅ്മിനു ബിആയാതിനല്ലദീന ഇദാ ദുകിറൂ ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം. തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്താണ്. ഇത് പരിപൂർണമായും ഓതിക്കഴിഞ്ഞാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. പരിപൂർണമായും ഓതണം, പരിപൂർണമായും കേൾക്കണം. ഞാൻ ആയത്ത് പരിപൂർണം ആക്കിയില്ല. ഏതായാലും ഈ ആയത്തിൽ പറഞ്ഞത് മുഅ്മിനീങ്ങളുടെ ഒരു വിശേഷണമാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോഴും ഓർക്കപ്പെടുമ്പോഴും അവർ സുജൂദ് ചെയ്യും. അള്ളാഹു അതിൽ നമ്മെ പെടുത്തട്ടെ. അത് ശുക്രിന്റെ സുജൂദാവാം. നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട് ചർച്ച. അങ്ങനെയാണ്. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم إذا قرأ ابن آدم السجدة فسجد اعتزل الشيطان يبكي يقول يا ويله أمر ابن آدم بالسجود فسجد فله الجنة وأمرت بالسجود فأبيت فللنار شفيعنا رسول الله صلى الله على محمد صلى الله عليه وسلم. ഇമാം മുസ്ലിം സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, സൂറത്ത് സജദ ഒരാൾ ഓതുന്നു, ഒരു മുഅ്മിനായ മനുഷ്യൻ സൂറത്ത് സജദ ഓതുന്നു. തിലാവത്തിന്റെ സുജൂദ് വരുമ്പോൾ, അവൻ സുജൂദ് ചെയ്യുമ്പോൾ ഇഅ്തസല ശൈത്വാനു യബ്കീ, അവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പിശാച് കരഞ്ഞുകൊണ്ട് പിൻവാങ്ങുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തൊരു വർത്താനാണ്! നമ്മളെ വഴി പഴപ്പിക്കാൻ വേണ്ടി അവനിങ്ങനെ അടുത്തൊന്ന് കൂടിക്കാം. അപ്പോഴുണ്ട് നമ്മൾ ഓതിക്കൊണ്ടിരിക്ക തിലാവത്തിന്റെ സുജൂദ് യഥേഷ്ടം കാണപ്പെടാവുന്ന, അല്ലെങ്കിൽ സൂറത്ത് സജദയുടെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് ആ അധ്യായം നമ്മളിങ്ങനെ
പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴുണ്ട് പിശാച് ഈ സുജൂദിന്റെ രംഗം വന്ന് നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ, ഞാനൊന്ന് ഇടയ്ക്ക് പറയാം, ഖത്മോതുന്ന ആളുകൾ എളുപ്പത്തിൽ ഇങ്ങനെ ഓതി പോലുണ്ട്. അല്ല, തിലാവത്തിന്റെ സുജൂദ് വരുന്നോടത്ത് സുജൂദ് ചെയ്യാൻ കൃത്യമായി ശ്രദ്ധിക്കണം. പിശാച് നമ്മുടെ പരിസരത്ത് നിന്ന് അകന്നു പോകും, അവൻ കരഞ്ഞുകൊണ്ട് പോകും. അവനൊന്ന് കരയിപ്പിച്ച് കളയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഈമാന്റെ ശക്തി എത്രയാ? അവൻ വിളിച്ചു പറയും, യാ വൈല, എന്തൊരു നാശമാ, എന്തോരു കഷ്ടമാ, ഉമിറബ്നു ആദമ ബിസ്സുജൂദ്. ആദം സന്തതിയോട് സുജൂദ് കൊണ്ട് കൽപ്പിച്ചപ്പോൾ ഫസജദാ ഫലഹുൽ ജന്ന, അവൻ സുജൂദ് ചെയ്തു, അവൻ അതിന്റെ പേരിൽ സ്വർഗം. പക്ഷേ മുമ്പൊരിക്കൽ എന്നോട് സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാ, ഞാൻ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു, അതിന്റെ പേരിൽ ഫലിന്നാർ, എനിക്ക് നരകം എന്ന് പിശാച് വിലപിക്കുമെന്ന് പുണ്യ നബി സ്വഹീഹ് മുസ്ലിം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് സജദയുടെ ഒരു പ്രത്യേകത, പിശാചിനെ കരയിപ്പിച്ച് കളയാൻ പറ്റും. ഖാലൽ ഉലമാഉ, ഇമാം ഖുർത്തുബി കൊടുക്കുന്ന വ്യാഖ്യാനം കണ്ടിട്ടോ, ينبغي لمن قرأ سجدة أن يدعو فيها بما يليق بآياتها. സൂറത്ത് സജദ ഓതുന്ന ആള് അതിന്റെ ഇടയിൽ ദുആരക്കൽ നല്ലതാണ്. ആ ആയത്തുകൾ ഉദ്ഘോഷിക്കുന്ന ഏകദേശം അർത്ഥമൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ദുആരക്കണം. അതിന്റെ അകത്ത് അന്നാർ എന്ന വാക്ക് കേട്ടാൽ നാറ് നരകം, അൽ ജന്ന എന്ന വാക്ക് കണ്ടാൽ സ്വർഗം, അള്ളാഹുവിന്റെ ഇദാബിനെ കുറിച്ച് പറയുന്ന വാക്ക് കേട്ടാൽ കണ്ടാൽ ഇടക്കിടക്ക് അതിൽ ദുആ ചെയ്യൽ പുണ്യമാ. കേട്ടോളൂ. ഫഇൻ ഖറഅ സൂറത്തുസ് സജദ അലിഫ് ലാം മീം തൻസീൽ, ഇമാം ഖുർതുബി പറയാം, ഒരാൾ സൂറത്ത് സജദ അതായത് അലിഫ് ലാം തൻസീൽ എന്ന അധ്യായം ഓതിക്കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ അവൻ പറയട്ടെ, അല്ലാഹുമ്മ ജഅൽനീ മിനസ് സാജിദീന ലിവജ്ഹിക അൽ മുസബ്ബിഹീന ബിഹംദിക വഅഊദു ബിക അൻ അകൂന മിനൽ മുസ്തക്ബിരീന അൻ അംരിക. ഇങ്ങനെ ദുആരക്കല് നല്ലതാണ്. ദുആ ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ ജഅൽനീ മിനസ് സാജിദീന ലിവജ്ഹിക അൽ മുസബ്ബിഹീന ബിഹംദിക വഅഊദു ബിക അൻ അകൂന മിനൽ മുസ്തക്ബിരീന അൻ അംരിക. തഫ്സീറുൽ ഖുർതുബി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ അർത്ഥം? അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട്, നിന്റെ തൃപ്തി കരുതിക്കൊണ്ട് നിനക്ക് സുജൂദ് ചെയ്യുന്നവരുണ്ട്, അവരിൽ എന്നെ ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചുകൊണ്ട് നിന്നെ പ്രകീർത്തിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ, നീ കൽപ്പിച്ചതിൽ വിയോജിച്ചുകൊണ്ട് മുഖം തിരിച്ച മുത്തക്കബ്ബിരീങ്ങളായ കിബറന്മാരായ അഹങ്കാരികൾ, ഇബ്ലീസിനെ പോലുള്ളവർ, അതിൽ നിന്നും എന്നെ ഒഴിവാക്കണേ എന്ന ദുആ. വല്ലാത്തൊരു ദുആ. സൂറത്ത് സജദ ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുആ കരണീയം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ, സൂറത്ത് സജദ ഓരോ അക്ഷരത്തിനും സുജൂദിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുള്ള ഒരു വിളംബരം ആ അധ്യായത്തിലുണ്ട്. ഓരോ അക്ഷരത്തിനും അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാ? തഫ്സീറുൽ ബൈദാവി സൂറത്ത് സജദയുടെ വ്യാഖ്യാനത്തിൽ കുറിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅ സൂറത്ത സജദ അഅതാഹുല്ലാഹു ബികുല്ലി ഹർഫിൻ 10 ഹസനാത്ത്. ആരെങ്കിലും സൂറത്ത് സജദ പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരത്തിന് അല്ലാഹ് കബൂലാക്കിയിട്ടുള്ള 10 നല്ല കാര്യം ചെയ്ത കൂലിയുണ്ട്. ലക്ഷോപലക്ഷം ഇരട്ടി പ്രതിഫലങ്ങൾ കിട്ടാൻ സൂറത്ത് സജദ ഓതിയാ മതി. ഒരക്ഷരം നീ അതിൽ ഉച്ചരിച്ചാൽ അല്ലാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പുള്ള 10 നല്ല കാര്യം നീ ചെയ്തിട്ടുണ്ടെന്ന് രേഖപ്പെടുത്താം. സൂറത്ത് സജദ ഓതിയ കൂലി കിട്ടുകയും ചെയ്യും. അതോടൊപ്പം അല്ലാഹു സ്വീകരിച്ച 10 നന്മ, അത് ഒരു യതീമായ പെങ്കൊച്ചിന് കെട്ടിച്ചുകൂടലാണ്, ഒരു നന്മയാണത്. അല്ലെങ്കിൽ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കലാണ്, ഒരു നന്മയാണ്. സാധുവായ ഒരു മനുഷ്യനെ സമ്പത്ത് കൊണ്ട് സഹായിക്കലാണ്, ചികിത്സയിലോ മറ്റോ ഒക്കെ, ഒരു നന്മയാണ്. അത് അല്ലാഹ് കബൂലാക്കണം, ആക്കിയാൽ വലിയ നന്മയാണ്. അങ്ങനത്തെ 10 നന്മയാണ് ഒരക്ഷരത്തിന് 10 നന്മ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദ്
അതിന്റെ കാർമ്മിക വശം, അതിന്റെ കർമ്മശാസ്ത്ര വശം, എങ്ങനെ ആ കർമ്മം നിർവഹിക്കണം എന്നതിനെ കുറിച്ചുള്ള അതിന്റെ ഒരു വശം. സ്വാഭാവികമായും നമ്മൾ പലരും അതിൽ അജ്ഞരാണ്. എന്തുകൊണ്ട്? കേവല പ്രകടന പരതയിൽ നിന്നും നമ്മൾ കണ്ടുപിടിച്ച എന്തോ ഒരു പ്രക്രിയ അതിനപ്പുറത്തേക്ക് ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടില്ല. സാന്ദർഭികമായി സുജൂദിന്റെ കർമ്മശാസ്ത്രം ഒന്ന് വിശകലനം ചെയ്യാം. സുജൂദിന്റെ വാജിബുകൾ, സുജൂദിൽ നിർബന്ധമായ 4 കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ചോണേ, സുജൂദിൽ വാജിബായ 4 കാര്യങ്ങള്. ഒന്നാമത്തേത് അല്ലാ യഖ്സിദ ബിഹുവിഹി ഗൈറ സുജൂദി ഫലൗ സഖത അലാ വജ്ഹിഹി വജബൽ ഔദു ഇലൽ ഇഅ്തിദാൽ. ഒരു മനുഷ്യൻ സുജൂദിന് വേണ്ടിയുള്ള കുനിച്ചിലിൽ സുജൂദ് അല്ലാത്ത മറ്റൊന്നിനെ കരുതാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ നിന്ന് നിപ്പിന് മുന്നോട്ട് കുനിഞ്ഞങ്ങോട്ട് വേച്ചുപോയി, റുക്കൂഅ് കഴിഞ്ഞ് ഇഅ്തിദാൽ സമിഅല്ലാഹു ലിമൻ ഹമിദ കഴിഞ്ഞ് നിന്നപ്പോ സുജൂദിലേക്ക് പോവാൻ നിൽക്കാണ്. അതിനു മുമ്പ് അവൻ ഓട്ടോമാറ്റിക്കലി എന്തോ ഒരു പെട്ടെന്ന് അങ്ങോട്ട് മുന്നോട്ട് വീണുപോയി. വേച്ചു പോവാ, അവനിങ്ങനെ മുന്നോട്ട് വീണുപോയി. ബോധക്ഷയം വന്നതല്ല, ബോധക്ഷയം വന്ന നിസ്കാര ബാത്തിലായി, ഒതു മുറിഞ്ഞല്ലോ. ബോധക്ഷയം വന്നല്ല, അവനങ്ങനെ പെട്ടെന്ന് അങ്ങനെ വെപ്രാളപ്പെട്ട് മുന്നോട്ടാണ് വീണുപോയി, ബാലൻസ് പോയി എന്ന് വയ്ക്കാം. അങ്ങനെ പോണ വഴി ഏകദേശം വളഞ്ഞു തുടങ്ങിയപ്പോഴേക്കും, അവന്റെ ശരീരം ഇങ്ങനെ വളഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവനത് ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഏതായാലും സുജൂദിലേക്ക് പോകാനുള്ളതല്ലേ, അങ്ങനെയാണ് സുജൂദ് ചെയ്യാൻ പറ്റൂല. സുജൂദിന് വേണ്ടിയുള്ള കുനിച്ചിൽ അത് സുജൂദിന് വേണ്ടി തന്നെയാവണം. അപ്പൊ അങ്ങനെ ഒരാൾക്ക് സ്വാഭാവികമായിട്ട് നിസ്കാരത്തിൽ സംഭവിച്ചെന്ത് ചെയ്യണം? അവൻ വീണ്ടും എഴുത്തിദാൽ, അങ്ങോട്ട് പോയ പോക്കിന് കൈ കുത്തി എണീറ്റ് വീണ്ടും എഴുത്തിദാലിൽ വരണം. എഴുത്തിദാലിൽ വന്നിട്ട് വേണം അവൻ വീണ്ടും സുജൂദിലേക്ക് പോവാൻ. ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞ സുജൂദിന്റെ വാജിബാത്തിൽ ഒന്നാമത്തേത്, സുജൂദ് ചെയ്യുന്നവൻ ആ കുനിയൽ കൊണ്ട് സുജൂദല്ലാത്ത മറ്റൊന്നും കരുതാൻ പാടില്ല. രണ്ടാമത്തേത് അല്ലാ യകൂന അലാ മഹ്മൂലിൻ ലഹു യതഹറകു ബിഹറകതിഹി കതുർഫി ഇമാമതിഹി. അവൻ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലെ അവൻ അനങ്ങുമ്പോൾ അനങ്ങുന്ന ഒരു സാധനത്തിന്റെ മുകളിൽ അവന്റെ സുജൂദ് സംഭവിക്കാൻ പാടില്ല. ഒരു ഉദാഹരണം, അവന്റെ തലപ്പാവിന്റെ തലമറച്ച തുണിയുടെ കഷ്ണം നീണ്ടു കിടക്കുന്നു, അത് നിലത്ത് വരുന്നു, അതിന്റെ മുകളിൽ അവൻ സുജൂദ് ചെയ്യുന്നു, പറ്റൂല. അവന്റെ ചലനം കൊണ്ട് ചലിക്കുന്നതിൽ പാടില്ല. മൂന്നാമത്തേത് ഇർതിഫാഉ അജീസതിഹി അലാ റഅസിഹി, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അവന്റെ ചന്തിഭാഗം ഉയർന്നിരിക്കണം, അവന്റെ ശിരസ് താഴെ വരണം. ഈ കസേരയിലൊക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. കസേര എന്നത് നിസ്കാരത്തിൽ ആദ്യം തന്നെ എടുക്കേണ്ട ഓപ്ഷൻ അല്ലാട്ടോ. ഒരാൾക്ക് കാലോണ്ട് വയ്യാന്ന് പറയുമ്പോൾ തന്നെ സൈക്കിളോട്ട് ദീർഘദൂരം വരുന്ന ആള് പോലും, അല്ലെങ്കിൽ കുറെ കിലോമീറ്റർ നടന്നു വരുന്ന ആള് പോലും വരുന്ന വഴി കസേര എടുക്കണം. കസേര എന്ന ഓപ്ഷൻ അല്ല ആദ്യം. നമുക്ക് നിൽക്കാൻ കഴിയുന്നിടത്തോളം നിൽക്കണം. നമ്മൾ സുജൂദിലേക്ക് പോയാൽ പിന്നെ എഴുന്നേറ്റ് വരാൻ പറ്റൂല എന്ന അവസ്ഥയിൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരാളെ കൂലിക്ക് നിർത്താൻ പറ്റുമെങ്കിൽ ശുദ്ധിയുള്ള ഒരാളവിടെ നിർത്തി എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാന്ന് പറഞ്ഞ് കൂലി കൊടുത്ത് ഏൽപ്പിക്കണം. അങ്ങനെ നിൽക്കാൻ പറ്റുന്നിടത്തോളം നിന്ന് തന്നെ നിസ്കരിക്കണം. നിസ്കാരത്തിൽ എത്ര ഭാഗം നിൽക്കാൻ പറ്റും അത്രയും. ഇനി ഇരിക്കേണ്ട ഒരവസ്ഥ വന്നാൽ അപ്പൊ കസേര അല്ല പറഞ്ഞിട്ടുള്ളത്, അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ ഇരിക്കാൻ പറ്റണം. അത്തഹിയാത്തിന്റെ 2 കോലങ്ങളുണ്ടല്ലോ, ആദ്യത്തെ അത്തിഹായത്തിന്റെ രണ്ടാമത്തെ അത്തിഹായത്തിന്, അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയ രീതിയിൽ ഇരിക്കാം. പറ്റുന്നില്ലെങ്കിൽ ചമ്രം പടിഞ്ഞിരിക്കാം. അതിനൊക്കെ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് കസേരയിലിരിക്കാം. കസേരയിൽ ഇരുന്നാലും ചമ്രം പടിഞ്ഞിരുന്നാലും നെറ്റ് വെക്കാനുള്ള ഒരു സൗകര്യം മുന്നിലുണ്ടാക്കാം. നെറ്റ് താഴെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സൗകര്യം, ഒരു സ്റ്റൂളോ മറ്റോ മുന്നിൽ വെക്കാം, ഒരു പില്ലോ അതിന്റെ മുകളിൽ വെക്കാം, ഒരു തലയണ വെക്കാം, ശുദ്ധിയായ ഒരു തലയണ, അതിന്റെ മുകളിൽ ഒരു തുണി വെച്ചിട്ട് സുജൂദ് വെക്കാൻ, സുജൂദിൽ തല വെക്കാൻ പറ്റുന്നിടത്തോളം തല വെക്കാം. അതൊന്നുമില്ലാതെ ഒരു കസേരയും വലിച്ച പള്ളിയുടെ മൂലം നിങ്ങൾ വന്ന് നിൽക്കുക, ആ രീതിയല്ല. ആരെ ആക്ഷേപിച്ചതല്ല. പലയിടങ്ങളിൽ ഇത് പറഞ്ഞ ആളുകൾ പിണങ്ങാണേ. ഇത് മൈക്കിലൂടെ പറയാൻ പറ്റിയ മസലയല്ല. മൈക്കിലൂടെ പറഞ്ഞ മുസ്ലിയാർ ഞങ്ങളെ ഉദ്ദേശിച്ചെന്ന് ഈ കസേരയുടെ പുറത്തിരിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കും. പക്ഷെ വിഷയം അങ്ങനെയല്ല. കസേര എടുക്കാൻ പറഞ്ഞത് തന്നെ വളരെ അറ്റത്തെത്തുമ്പോഴാണ്. ഇതൊരു കാരണം കിട്ടാൻ നോക്കിക്ക. കസേരയിൽ എങ്ങനെ വന്നിരിക്കാൻ കുറ്റപ്പെടുത്തിയതല്ല. കസേര സമ്പ്രദായം ഇത്ര കണ്ട് വ്യാപകമായത് അടുത്ത കാലത്ത്. അപ്പൊ പറയും സന്ധിവാദവും മുട്ടുവേദനയൊക്കെ തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് കൂടുതലാണ്. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ. ഏതായാലും നെറ്റിയുടെ ഭാഗം താഴെ വരുന്നു, ചന്തിഭാഗം ഉയരുന്ന രീതിയിലേക്ക് പരമാവധി ശ്രമിക്കണം. നാലാമത്തെ വാജിബ്
നാലാമത്തെ വാജിബ് ശിരസിന്റെ ഭാരം നെറ്റിയിൽ വരത്തക്ക രീതിയിൽ, നെറ്റിയിലൊന്നും ഉണ്ടാവാതെ നെറ്റി വ്യക്തമാവണം. മറ്റൊരു മറയോ തടസ്സോ മുടിയോ അല്ലെങ്കിൽ തലപ്പാവോ തൊപ്പിയോ ഒന്നും നെറ്റിയിലേക്ക് ഇറങ്ങാൻ പാടില്ല. ആണുങ്ങളുടെ കാര്യമായിട്ട് പറഞ്ഞു. മുടി പെണ്ണുങ്ങളുടെ തീരെ പുറത്ത് കാണാൻ പാടില്ല. നിസ്കാരം പാത്തിലാവും. ഷെർത്ത് ഇടർച്ചവരാണ്. അവൃത്ത് മറിയുന്നില്ല. അവൃത്ത് മറഞ്ഞ ആളാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ആ ഉടുപ്പിന്റെ തല മറഞ്ഞിരിക്കുന്നതിന്റെ ഒരുപാട് ഭാഗം നെറ്റി ഇങ്ങനെ മൊത്തം മൂടി അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യുന്നത് പറ്റൂല. സുജൂദ് സഹിയാവൂല. നെറ്റി വെളിവായിരിക്കണം. ആണുങ്ങളാണെങ്കിൽ മുടിയൊക്കെ ഇറങ്ങിക്കിടക്കും. അങ്ങനെ മുടിയുടെ മുകളിൽ സുജൂദ് ചെയ്യും. ചില പിള്ളേരുടെയൊക്കെ തലമുടി കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. അപ്പോ നെറ്റി വെളിവാവണം. മാത്രവുമല്ല ശിരസിന്റെ ഭാരം ബലം പിടിക്കാതെ നെറ്റിയിൽ സ്വാഭാവികമായും വരണം. വതഹാമുലിൻ, ശിരസിന്റെ ഭാരം ബലം പിടിക്കാതെ നെറ്റിയിൽ സ്വാഭാവികമായും വരണം. അതുപോലെ തന്നെ വറുക്കുബത്തൈഹി വബത്നി കഫൈഹി വഅസാബിഇ ഖദമൈഹി, നേരത്തെ പറഞ്ഞ പോലെ കാലിന്റെ മുട്ട്, കയ്യിന്റെ പള്ള ഇങ്ങനെ തന്നെ വെക്കണം. കയ്യിന്റെ പള്ള വെക്കണം. അതുപോലെ തന്നെ വഅസാബിഇ ഖദമൈഹി, കാലിന്റെ വിരലുകളുടെ ഉള്ളനടി, ഉള്ളൻ ഭാഗം അതിങ്ങനെ കുത്തി മലർത്തി മടക്കി വെക്കണം. അല്ലാതെ വെറുതെ കാല് കുത്തല്ല, വിരല് കുത്തല്ല വേണ്ട. വിരലിന്റെ ഉൾഭാഗം, അടിഭാഗം ഉണ്ടല്ലോ, വെള്ളഭാഗം, അതിങ്ങനെ പ്രതലത്തില് കൊണ്ടിട്ട് മടങ്ങണം. ഇങ്ങനെ ഇങ്ങനെ മടങ്ങണം. സുജൂദിന്റെ ഭാഗത്തിന് മടങ്ങണം. ഇങ്ങനെ വിരലിന്റെ ഭാഗം 5 വിരലും കുത്തിയിട്ട് മടക്കണം. 5 വിരലും കൊണ്ട് മടങ്ങിയിരിക്കണം. അതിന്റെ വെള്ളഭാഗം നിലത്ത് വരണ്ട. ആദ്യമൊക്കെ ഇത്തിരി പ്രയാസം ഉണ്ടാവും. സുജൂദ് സഹീഹാവണമെങ്കിൽ അത് വാജിബാണ്. അതിലൊരു വിട്ടുവീഴ്ച പറഞ്ഞിട്ടുള്ളത് വിരലേ ഇല്ലാത്തവൻ എന്ന, അത് ശ്രദ്ധിക്കണം. ആരും അത് ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെയുള്ള 4ഓളം വാജിബുകൾ സുജൂദിനുണ്ട്. സുജൂദിന്റെ കർമ്മശാസ്ത്രത്തിൽ പിന്നെ പറയാൻ പറ്റുന്നു സുജൂദിന്റെ സുന്നത്തുകൾ. സുജൂദിന്റെ സുന്നത്തുകൾ ഒരു 10-13 സുന്നത്ത് നമുക്ക് കാണാൻ കഴിയും. വേഗം പറയാം. 1 തക്ബീറുൻ തിഖാലൻ ലിഹുവിയിഹി, സുജൂദിലേക്ക്, നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോകുമ്പോൾ ആ കുനിച്ചിലിൽ ഇന്തിഖാലിന്റെ ഒരു തക്ബീർ ഉണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാ പോവാ. ആ തക്ബീർ ഫർദായ തക്ബീർ അല്ല. അതാ സുജൂദിനോട് ചേർന്ന് നിൽക്കുന്ന സുജൂദിന്റെ ഇന്തിഖാലായ, സുജൂദിന് വേണ്ടിയുള്ള ഇന്തിഖാലിന്റെ തക്ബീറ. അത് സുജൂദിന്റെ സുന്നത്താണ്. ആ സുജൂദിലേക്ക് പോകുമ്പോ തക്ബീറിൽ പോ ചൊല്ലലുണ്ട്. 1. 2 വദഉ അൻഫിഹി, മൂക്ക് ടച്ച് ചെയ്യണം. സുന്നത്താണ്. മൂക്കിനെ അമർത്തല്ല വേണ്ടത്. തലയുടെ ഭാരം സ്വാഭാവികമായി നെറ്റിയിലാ വരേണ്ടത്. മൂക്ക് ഒന്ന് ആ പ്രതലത്തിൽ ടച്ച് ചെയ്യണം. 3. തർതീബ് ഫീ വദഇൽ ഇലാഇ, സുജൂദിലേക്ക് പോകുന്ന വിധം ഇനി ഇങ്ങനെ ആവണം. ഈ പറയാൻ പോകുന്ന വിധമാവണം. അതാണ് 3ാമത്തെ സുന്നത്ത്. ബിഅൻ യൽഅ റുക്ബത്തൈനി അവ്വലൻ, ആദ്യം കാലിന്റെ മുട്ടാണ് നിലത്ത് വെക്കേണ്ടത് സുജൂദിലേക്ക് പോകുമ്പോൾ. സുമ്മ കഫൈഹി, പിന്നെ 2 കൈയാണ് വെക്കേണ്ടത്. കൈ വെക്കുമ്പോ ചുമല് വന്ന് നേരിടുന്ന ആ ഭാഗത്തായിരിക്കണം കൈ വെക്കേണ്ടത്. അതിനുശേഷം 3ാമതാണ് നെറ്റി വെക്കേണ്ടത്. 4ാമതാണ് മൂക്ക് വരേണ്ടത്, മൂക്ക് വെക്കേണ്ടത്. ഈ രീതിയിൽ ആദ്യം കാലിന്റെ 2 മുട്ട്, അതിനുശേഷം കൈ വെക്കുന്നോടത്ത് ചുമല് നേരിടുന്ന രീതിയിൽ ആ അകലത്തിൽ കൈ കറക്റ്റായിട്ട് വെക്ക, തല വെക്ക, അതിനുശേഷം പതുക്കെ മൂക്ക് ടച്ച് ചെയ്യുക. ഇതാണ് അതിന്റെ ക്രമം. അതാണ് 3ാമത്തെ സുന്നത്ത്. 4ാമത്തെ സുന്നത്ത് തഫരീഖു ഖദമൈഹി വറുക്ബതൈഹി ഇൻദൽ വദഇ ഖദറ ശിബ്ർ, കാലിന്റെ മുട്ട് ഇങ്ങനെ കൂട്ടി മുട്ടിച്ചു വെക്കരുത് കാല് രണ്ടും. അതുപോലെ തന്നെ കയ്യിന്റെ മുട്ടും കാലും ഒന്നും കൂട്ടി മുട്ടിച്ചു വെക്കരുത്. 1 ചാണകലമെങ്കിലും 2 കാലുകൾ വിടർത്തി വെക്കണം. തഫരീഖു ഖദമൈഹി, അതുകൊണ്ട് അതുപോലെ തന്നെ ബാക്കില് കാലിന്റെ വിരല് വെക്കണ ഭാഗമുണ്ടല്ലോ, അതിങ്ങനെ അടുപ്പിച്ച് ചേർത്ത് വെക്കരുത്. 1 ചാണെങ്കിലും 2 കാലുകളുടെ ഇടയിൽ മുട്ടിന്റെ ഭാഗത്തും പാദത്തിന്റെ ഭാഗത്തും അകലമുണ്ടാവണം. 1 ചാണെങ്കിലും ഉണ്ടാവണം. അത്രയും അകത്തിയ വെക്ക സുന്നത്താണ് കേട്ടോ, ഇത് സുന്നത്താണ്. അതുപോലെ തന്നെ 5ാമത്തെ സുന്നത്ത് റഫ്ഉ ദിറാഇഹി അനിൽ അർളി, കൈമുട്ടിങ്ങനെ കിടത്തി ഇടാറുണ്ട് ചില ആളുകൾ. സുജൂദിൽ കൈ വെക്കാൻ നേരത്ത് കൈമുട്ടിങ്ങനെ കിടത്തി ഇങ്ങനെ ഇടാം. കൈയിന്റെ
ഈ ഭാഗം ഇങ്ങനെ കിടത്തിയിട, അങ്ങനെ പാടില്ല, ഉയർത്തി വെക്കണം. അഞ്ചാമത്തെ സുന്നത്ത് റഫ്ഉ ദിറാഇഹി, മുട്ടുകൈ ഇങ്ങനെ 2 മുട്ടുകൈ ഉയർത്തണം, നിലത്ത് കിടത്തരുത്, ഉയർത്തണം. നാസിറൻ അസാബിഅഹു, വിരല് ചുരുട്ടി പിടിക്കാൻ പാടില്ല, സുജൂദ് കിടക്കുമ്പോ വിരല് വിടർത്തിയേ പിടിക്കാവുള്ളൂ. മൽമൂമത്തൻ, ഇങ്ങനെ വിടർത്താനും പാടില്ല. ഇങ്ങനെ മടക്കി ചുരുട്ടി കൂട്ടി വെക്കുന്നതിൽ നിന്നും ഇങ്ങനെ നിവർത്തി വെക്കുകയും വിടർത്താതെ ഇങ്ങനെ വിരലുകളെ അടുപ്പിച്ചു വെക്കുകയും വേണം നിലത്ത്, അങ്ങനെ വേണ്ടത്. ഇനി കേട്ടോളൂ. മുഅ്തമിദൻ അലാ ബത്നി റാഹതൈഹി, സ്വാഭാവികമായ വെയിറ്റ് ഈ ഉള്ളം കൈയിൽ വരികയും വേണം. ആറാമത്തെ സുന്നത്ത് നസ്ബു ഖദമൈഹി മുവജ്ജിഹൻ അസാബിഅഹുമാ ലിൽ ഖിബ്ലത്തി, അവന്റെ ബാക്കില് കാൽപാദം ഉണ്ടല്ലോ, അത് കുത്തി നിർത്തുമ്പോ വിരലുകൾ നിലത്ത് പതിയണം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ വിരലുകൾ സ്വാഭാവികമായും ആ കാലിന്റെ അടിഭാഗത്തോട് നേരെ ഖിബ്ലക്കാണ് വിരലിന്റെ മുഖം ഭാഗം പോകുന്നത്. ആ രീതിയിൽ വിരലുകൾ മടക്കി വെക്കണം. ഇതാണ് ആറാമത്തെ സുന്നത്ത്. ഏഴാമത്തെ സുന്നത്ത് തഹാമുലു അലാ ഗൈരിൽ ജബ്ഹത്തി മിൻ അഅ്ളാഇസ് സുജൂദി, നെറ്റിയിൽ, നേരത്തെ പറഞ്ഞു, ഇടക്കിടക്ക് പറയണ്ടേ, നെറ്റിയിൽ ശിരസിന്റെ ഭാരം സ്വാഭാവികമായും വരുന്നൊരു ഭാരം നെറ്റിയിൽ ശിരസിന്റെ ഭാരം മാത്രം. ബാക്കിയുള്ള ശരീരത്തിന്റെ ഭാരം മുഴുവൻ സുജൂദിന്റെ മറ്റ് അവയവങ്ങളിൽ കൃത്യമായി സ്വാഭാവികമായും വന്നിരിക്കണം. അല്ലാതെ നെറ്റി ഇങ്ങനെ വെച്ചിട്ട് എല്ലാ ഭാരവും കൂടി തലയിലേക്കാണ്ട് അമർത്തി പിടിക്കാതെ പറ്റില്ല. ഇനി കേട്ടോളൂ. എട്ടാമത്തെ സുന്നത്ത് ആണുങ്ങളാണെങ്കിൽ സുജൂദിൽ നിലത്ത് വെക്കേണ്ട ഭാഗങ്ങളിലെ മുട്ടുകാലൊഴിച്ചുള്ള മറ്റെല്ലാ ഭാഗവും വസ്ത്രമില്ലാത്ത രീതിയിൽ വെളിവാക്കി വെക്കണം. മുട്ടുകാല് വസ്ത്രത്തിൽ നിന്ന് മാറ്റാൻ പാടില്ലല്ലോ, കാരണം ഔറത്താണല്ലോ അത്. ഉദാഹരണം, കയ്യിന്റെ ഇവിടെ വല്ല ഗ്ലൗസോ മറ്റോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഊരി മാറ്റണം. മുട്ടുകാലല്ലാത്ത ശരീരത്തിൽ സുജൂദിൽ വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള മറ്റു ഭാഗങ്ങളിലെ എന്താ പറയാ, സ്റ്റിക്കറുകൾ വെച്ച് കെട്ടിയ ഭാഗങ്ങൾ, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, ഇതൊക്കെ അതെല്ലാം മാറ്റണം, വെളിവായിരിക്കണം. മുട്ടുകാലൊഴിച്ചുള്ള മറ്റു ശരീരഭാഗങ്ങൾ, സുജൂദിൽ വെക്കേണ്ട ശരീരഭാഗങ്ങൾ വെളിവായിരിക്കണം. ഇത് ആണുങ്ങൾക്ക് പ്രത്യേക സുന്നത്താണ്, പെണ്ണുങ്ങൾക്ക് അത് പറ്റില്ലല്ലോ, അവർത്തല്ലേ. അപ്പൊ അങ്ങനെയാണ്. ഒമ്പതാമത്തെ സുന്നത്ത് ഫത്ഹു ഐനൈഹി ലിയസ്ജുദൽ ബസ്റു, സുജൂദിൽ കിടക്കുന്നവർ കണ്ണ് അടച്ചു പിടിക്കാൻ പാടില്ല. ഒൻപതാമത്തെ സുന്നത്ത് കണ്ണ് തുറന്നു പിടിക്കണം. കാരണം കണ്ണെന്ന അവയവത്തിന്റെ സുജൂദ് കണ്ണ് തുറന്നു പിടിക്കല, കണ്ണിന്റെ സുജൂദ് കണ്ണ് തുറന്നു പിടിക്കല. അപ്പൊ സുജൂദിൽ പോകുന്നവര് കണ്ണടക്കാൻ പാടില്ല, കണ്ണടച്ചു പിടിച്ചിട്ട് സുജൂദിൽ കിടക്കാൻ പാടില്ല, കണ്ണ് തുറന്നു പിടിക്കണം. പത്താമത്തെ സുന്നത്ത് മുസാഫാത്തു ദക്രി മിർഫഖൈഹി അൻ ജംബൈഹി വബത്നഹു അൻ ഫഖദൈഹി. ആണുങ്ങൾ, പത്താമത്തെ സുന്നത്ത് കേട്ടോളൂ, ആണുങ്ങള് 2 കൈമുട്ടിനെ ഈ പള്ളയോട് ഇങ്ങനെ ഒട്ടിച്ച് സുജൂദ് ചെയ്യാൻ പാടില്ല. ആണുങ്ങൾ ഇങ്ങനെ കൈ കുത്തിയിട്ട് ഇങ്ങനെ വിടർത്തണം, കൈ നേരെ നിൽക്കണം, കൈയുടെ മുട്ടിന്റെ ഭാഗം ഇങ്ങനെ വിടരണം, ചിറക് വിടർത്തുന്ന പോലെ ഇങ്ങനെ വിടർത്തണം. ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പാടില്ല ആണുങ്ങൾ. അതുപോലെ തന്നെ വയറ് തുടയോടെ ഒട്ടി നിൽക്കുക, ഇങ്ങനെ കൂഞ്ഞി നിന്ന് ആണുങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല. ആണുങ്ങൾ ഇത്തിരി നിവർന്ന് അകലേക്ക് നെറ്റി വെച്ചിട്ട് ഇത്തിരി വിടർന്ന് നിൽക്കണം. എന്നാൽ പെണ്ണ്, അതുപോലെ തന്നെ ആണും പെണ്ണുമല്ലാത്ത രൂപത്തിലുള്ള സൃഷ്ടിപ്പുള്ള ആളുകൾ, അവരൊക്കെ ആണുങ്ങൾ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് ഈ 2 ഭാഗത്തോട് ചേർത്തൊട്ടി, അതുപോലെ തന്നെ വയറിനോട് കാലിന്റെ തൊട ഒട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഒരുപാട് അകലേക്ക് വന്നിങ്ങനെ വളരെ ഷോർട്ടായിട്ട് നിന്ന് സുജൂദ് ചെയ്യലാണ് സുന്നത്ത്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, കുറെ പറയാനുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അതാണ് 10ാമത്തെ സുന്നത്ത്. 11ാമത്തെ സുന്നത്ത് യഖൂല സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. 11ാമത്തെ സുന്നത്ത് സുജൂദിൽ കിടന്നുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന ദിക്ർ പറയല്. അതിൽ അസ്ല സുന്നത്ത് കിട്ടുന്നത് 1 വട്ടം പറഞ്ഞാൽ കിട്ടും.
എന്നാൽ പരിപൂർണതയിൽ ഏറ്റവും കുറഞ്ഞത് 3 വട്ടം പറയണം. പരിപൂർണമാണ്, ആ പരിപൂർണതയിൽ ഏറ്റവും കുറഞ്ഞത് 3 വട്ടം അങ്ങനെയല്ല. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി അക്ഷരം തിരിച്ച് തന്നെ പറയണം. ചില ആൾക്കാർ സുബ്ഹാന പറയുമ്പോൾ സുബ്ഹാന അല്ല, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. 3 വട്ടം പറഞ്ഞാൽ പരിപൂർണതയിൽ കുറഞ്ഞതാണ്. ഇനി കേട്ടോളൂ, 12ാമത്തെ സുന്നത്ത് അൻ യഅതിയൽ മുൻഫരിദു വ ഇമാമു മഹ്സൂരീന റളൂ ബിത്തത്വീലി. കൃത്യമായി നിസ്കരിക്കാൻ വരുന്ന ആളുകൾ ഇത്ര ആളുകളുള്ളൂ, ഇതിൽ കൂടുതൽ ആളുകൾ ഈ പള്ളിയിൽ വേറെ വരാനില്ല, അവർക്കാണ് വലിയ തിരക്കുള്ള ആളുകളല്ല, ഇത് ഇമാമിനറിയാം. അങ്ങനെയുള്ള ഇമാമോ ഈ പുറകിൽ നിസ്കരിക്കാൻ വരുന്ന ഇവരല്ലാതെ വേറെ ആരും വരാനില്ല, നിസ്കാരത്തിൽ നീണ്ടുപോയെന്ന് വെച്ചാൽ അവർക്കൊരു പ്രശ്നമല്ല, അത് ഇമാമിന് ബോധ്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇമാമ്. അതല്ല അതിൽ ഒരു യാത്രക്കാരൻ ഉണ്ട്, അയാൾക്ക് പെട്ടെന്ന് പോകണം എങ്കിൽ അത് അപ്പൊ പറ്റൂല. കൃത്യമായി നിസ്കരിക്കാൻ വരുന്ന ആളുകൾ ഇത്രയും ആളുകളാണ്, അവർക്ക് തിരക്കൊന്നുമില്ല എന്ന് ഇമാമിന് ബോധ്യമുണ്ട്, നിസ്കാരത്തിൽ നീണ്ടുപോയാൽ അവർക്ക് വിഷമമില്ല എന്നത് ബോധ്യമുണ്ട് എങ്കിൽ ആ ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും സുജൂദിൽ ഒരല്പം ദൈർഘ്യത സുന്നത്താണ്. അന്നേരം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന ദിക്റിന്റെ പരിപൂർണമായ എണ്ണത്തിലേക്ക് കൊണ്ടുവരണം. അത് 11 വട്ടമാണ്, അത് പ്രത്യേക സുന്നത്താണ്. പിന്നെയോ ആ 11 വട്ടം കഴിയുമ്പോ വീണ്ടും ഒരു ചെറിയ ദുആ സുജൂദിൽ സുന്നത്താണ്. ഓരോ സുജൂദിലും, ഇത് ആരുടെ കാര്യം പറഞ്ഞ എല്ലാവരുടെയും കാര്യമല്ല, ഒറ്റക്ക് നിസ്കരിക്കുന്നവരോ അല്പം വൈകിയ കുഴപ്പമില്ല, കൃത്യമായ ജമാഅത്തിൽ സ്ഥിരം വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഇമാമ് ദൈർഘ്യമാക്കുന്ന സ്വാഭാവികമായും മൗമൂമിനും ദൈർഘ്യമാവും, കുഴപ്പമില്ല. മൗമൂമിന് അങ്ങനെ ദൈർഘ്യം എന്ന് വെച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ വിരോധമില്ലാത്ത എതിർപ്പില്ലാത്ത മൗമൂമിങ്ങളാ ബാക്കിലുള്ളത്. അങ്ങനെയെങ്കിൽ ആ ഇമാമോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനോ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന ദിക്ർ 11 വട്ടം ചൊല്ലണമെന്ന് പറഞ്ഞല്ലോ. ആ 11 വട്ടം ചൊല്ലുന്നതിന്റെ പരിപൂർണമായ സുന്നത്ത് 11 വട്ടം ചൊല്ലി അതിനുശേഷം മറ്റൊരു ദുആ കൊണ്ടുവരൽ സുന്നത്താണ്. ആ ദുആ അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമന്തു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി وقوته فتبارك الله احسن الخالقين. اللهم لك سجدت. പടച്ചോനെ നിനക്ക് വേണ്ടി ഞാൻ സുജൂദ് ചെയ്തു, നിന്നെക്കൊണ്ട് ഞാൻ വിശ്വസിച്ചു, നിന്നിലേക്ക് ഞാൻ അനുസരണശാലിയായി അനുസരണയുള്ളവനായി. അല്ലാഹുവേ, എന്റെ മുഖം ഞാൻ നിലത്ത് വെച്ചിരിക്കുന്നത് ആരുടെ മുന്നിലാന്ന് എനിക്കറിയാം. ഖലഖ, ഈ മുഖത്തെ സൃഷ്ടിച്ചവനാ നീ. അല്ലാഹുവേ, അതിന് രൂപം കൊടുത്തവനാ. അവിടെ കണ്ണും ചെവിയുമെല്ലാം മുറിച്ച് ഓട്ടയിട്ട് തുളയിട്ട് തന്നവനാ നീ. നിന്റെ ഒരു കഴിവല്ലാതെ ഇങ്ങനെ തുളയിട്ട കാണാനും കേൾക്കാനും കഴിയില്ലല്ലോ, നിന്റെ ഒരു കഴിവാണിതിൽ. വഖുവ്വതിഹി, നിന്റെ ശക്തിയുമാണ്. തബാറക്കല്ലാഹ്, പടച്ചോനെ നീ ബറക്കത്ത് അധികരിച്ചവനാ. അഹ്സനുൽ ഖാലിഖീൻ, മഹാനായ ഖാലിഖായ തമ്പുരാനാണ് നീ. ഇങ്ങനെ അർത്ഥമുള്ള ഈ ദിക്ർ ഒരു വട്ടം ചൊല്ലലും സുന്നത്താണ്. സുജൂദിന്റെ 13ാമത്തെ സുന്നത്ത് ഇക്സാറുൽ മുൻഫരിദ് വൽ ഇമാമിൽ മദ്കൂരി ദുആ ഫീഹി മിമ്മാ വറദ ഫീഹി. വീണ്ടും ഒരു ദുആ വർദ്ധിപ്പിക്കലാണ്. നേരത്തെ പറഞ്ഞ മൗമൂമിങ്ങളുള്ള ഇമാമ്. ഏത് മൗമൂമിങ്ങള്? ഇത്തിരി നീണ്ടുപോയ കുഴപ്പമില്ല എന്ന വിരോധമില്ലാത്ത മൗമൂമിങ്ങളുടെ ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ. ഇതിന് പുറമേ മറ്റൊരു ദുആയും കൂടി ചേർക്കൽ സുന്നത്താണ്. ആ ദുആ എങ്ങനെയാണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക ലാ നുഹ്സി സനാഅൻ അലൈക أنت كما أثنيت على نفسك اللهم اغفر لي ذنبي كله دقه وجله وأوله وآخره وعلانيته
വസിറ. ഈ ദുആയും കൂടി കൂട്ടൽ പ്രത്യേക സുന്നത്താണ്. അതിന്റെ അർത്ഥം അല്ലാഹുവേ നിന്റെ തൃപ്തിയെ മുൻനിർത്തി ഞാൻ നിന്നോട് കാവൽ തേടട്ടെ. മിൻ സഖ്തിക, സുഖ്തിക എന്നും പറയാം, സഖ്തിക എന്നും പറയാം. നിന്റെ കോപത്തിൽ നിന്നും ഞാൻ അഭയം തേടുന്നത് നിന്റെ തൃപ്തിയെ മുന്നിൽ വെച്ചിട്ടാ. നിന്റെ വിട്ടുവീഴ്ചയെ മുന്നിൽ നിർത്തിയിട്ട് നിന്നോട് ഞാൻ അഭയം തേടുന്നു നിന്റെ ശിക്ഷയിൽ നിന്നും. അല്ലാഹുവേ നിന്റെ എല്ലാ അദാബുകളിൽ നിന്നും ഞാൻ നിന്നോട് പരിപൂർണമായും അഭയം തേടുന്നു. ലാ നുഹ്സി സനാഅൻ അലൈക, നിനക്ക് എത്രയാ സ്തുതിക്കേണ്ടതെന്ന് ക്ലിപ്തമല്ല അല്ലാഹ്. അൻത കമാ അസ്നൈത അലാ നഫ്സിക, നിന്റെ സ്തുതികൾ നീ പറഞ്ഞ പോലെ എത്രയെന്ന് പറഞ്ഞു തീർക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അല്ലാഹ്. اللهم اغفر لي ذنبي كله دقه وجله وأوله وآخره وعلانيته وسره. അല്ലാഹുവേ എനിക്ക് നീ പൊറുക്കണേ എൻ്റെ പാപങ്ങൾ, എല്ലാ പാപങ്ങളും അതിൻ്റെ ഒന്നു മുതൽ അവസാനം വരെയുള്ള ഞാൻ രഹസ്യവും പരസ്യവുമായി ചെയ്തിട്ടുള്ള സർവ്വ പാപങ്ങളും അതിൻ്റെ ആധിക്യമനുസരിച്ച് റബ്ബേ നീ പൊറുക്കണേ. ഇങ്ങനെ ഒരു ദുആയും കൂടി നേരത്തെ പറഞ്ഞ ആളുകൾ, അതായത് മഹ്സൂരിയങ്ങളായ മൗമൂമിങ്ങളുടെ ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ വർദ്ധിപ്പിക്കൽ പിന്നെയും സുന്നത്താണ്. 13 സുന്നത്തുകളും 4 വാജിബുകളും ഇപ്പൊ നമ്മൾ പറഞ്ഞു. അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.